ജീവനക്കാരുടെ സമരം അവസാനിച്ചെങ്കിലും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ പൂർണ്ണമായും പുനരാരംഭിക്കാൻ എയർ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. കൊച്ചിയിൽ നിന്നും കണ്ണൂരിൽ നിന്നുമുള്ള സർവീസുകൾ റദ്ദാക്കിയെന്ന് അറിയിപ്പ് വരുന്നു. തിരുവനന്തപുരം, കരിപ്പൂർ എന്നിവിടങ്ങളിൽ സർവീസുകൾ ഭാഗികമായി പുനരാരംഭിച്ചു എന്ന ആശ്വാസകരമായ വാർത്തയും വരുമ്പോൾ ദീപക് ധർമ്മടം കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക് ധർമ്മടം. യഥാർത്ഥത്തിൽ ഈ ഓർക്കാപ്പുറത്ത് നടത്തിയ സമരം കൊണ്ട്, പ്രതിഷേധം കൊണ്ട് അവർക്ക് ശമ്പള വർധനയൊക്കെ ലഭിച്ചെങ്കിലും ഈ നാട്ടുകാർക്കുണ്ടായ അല്ലെങ്കിൽ വിമാനയാത്രക്കാർക്കുണ്ടായ സങ്കടങ്ങൾക്ക് അറുതിയായിട്ടില്ല. ഇപ്പോഴും അവർ റീഫണ്ടിനൊക്കെ ആയിട്ട് വിമാനത്താവളങ്ങളിൽ കയറി ഇറങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എയർ ഇന്ത്യ രക്ഷപ്പെടണമെങ്കിൽ ഇത്തരം ഓർക്കാപ്പുറത്തുള്ള പ്രതിഷേധങ്ങൾ ഇല്ലാതാവുക തന്നെ വേണം. ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും നമ്മൾ തൊഴിലാളി വിരുദ്ധനാണെന്ന്. തൊഴിലാളി വിരുദ്ധതയല്ല, നാട്ടുകാരെ ബുദ്ധിമുട്ട് ചെയ്ത് സർവീസ് കൊണ്ടുപോയാൽ ആ സർവീസിൽ ആർക്കെങ്കിലും വിശ്വാസം വരുമോ? ദീപക് ധർമ്മടം. SK അത് തന്നെയാണ്. യഥാർത്ഥത്തിൽ തൊഴിലാളികളുടെ ഐക്യവും തൊഴിലാളികളുടെ അവകാശവും ഒക്കെ പ്രധാനമാണ്. പക്ഷേ ഇത്തരത്തിൽ യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, അതായത് ഒരു എസൻഷ്യൽ സർവീസാണ്, അവശ്യ സർവീസിൽ പെടുന്നതാണ് വിമാനയാത്ര. നിരവധി പ്രവാസികളുടെ ജോലി നഷ്ടമാകുന്ന, അവർക്ക് വിവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ചികിത്സ നിഷേധിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു സമരമായിരുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത. അതിൻ്റെ അലയൊലികൾ, അതിൻ്റെ ദുരിതത്തിൻ്റെ കണ്ണീരുകൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എയർ ഇന്ത്യയുടെ കോഴിക്കോട്ടെ പഴയ ഓഫീസിൻ്റെ അരികിലാണ്. ഇവിടെ ഈ പഴയ ഓഫീസിലേക്ക് ഇവിടെയുള്ള സെക്യൂരിറ്റിയൊക്കെ പറയുന്നത് ഓരോ ആൾക്കാരും വന്നിങ്ങനെ കരഞ്ഞു, അതുപോലെ തന്നെ കലഹിച്ചു പോകുന്ന സാഹചര്യമാണ് എന്നുള്ളതാണ്. കാരണം അവർക്ക് ഓഫീസ് കരിപ്പൂരിലേക്ക് മാറിയ കാര്യം അറിയാതെയാണ് വരുന്നത്. ഏറ്റവും ഒടുവിലത്തെ വിവരം, ആശ്വാസകരമായ വാർത്ത, തിരുവനന്തപുരത്തു നിന്നും കരിപ്പൂരിൽ നിന്നും സർവീസ് ആരംഭിച്ചു എന്നുള്ളതാണ്. അതിൽ കരിപ്പൂരിൽ നിന്നും ദമാം, മസ്കറ്റ് സർവീസുകൾ പുറപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ഇതേ സമയത്ത് കൊച്ചി നെടുമ്പാശ്ശേരിയിലും അതുപോലെ തന്നെ കണ്ണൂർ മട്ടന്നൂരിൽ നിന്നും വിമാന സർവീസ് ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. 8 സർവീസുകൾ ഇതിനകം കണ്ണൂരിൽ നിന്നും റദ്ദായി. പക്ഷേ വൈകിട്ട് സർവീസ് ആരംഭിക്കുമെന്നുള്ളതാണ്. SK ഈ സമരം കാരണം ആനുകൂല്യങ്ങൾ നേടിയെടുത്തുവെങ്കിലും ഇതിൻ്റെ ദുരിതത്തിൽപ്പെട്ടവരുടെ കഷ്ടങ്ങൾ തുടരുകയാണ്. കാരണം ഇത് ടിക്കറ്റ് മാറ്റിയെടുത്ത് യാത്ര നടത്താൻ വേണ്ടി യാത്രക്കാർ, പ്രത്യേകിച്ച് ഈ ദുബായ് സെക്ടറിലേക്ക് തിരിച്ച് ജോയിൻ ചെയ്യാൻ പോകുന്നവരുടെ ദുരിതത്തിൻ്റെ കാഴ്ചകളാണ് നമുക്ക് വിവിധ എയർപോർട്ടുകളിൽ നിന്നും ലഭിക്കുന്നത്. അല്പം മുമ്പ് കണ്ണൂരിൽ നിന്നും സജോ ഇതിൻ്റെ ദുരിതങ്ങൾ പങ്കുവച്ചു. അതുപോലെ തന്നെ ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്നും കരിപ്പൂരിൽ നിന്നും പങ്കുവയ്ക്കുന്നു. ഇത്തരത്തിൽ ദുരിതങ്ങൾ തുടരുകയാണ്. പക്ഷേ ആശ്വാസം, സർവീസുകൾ പുനരാരംഭിച്ചു തുടങ്ങിയിരിക്കുന്നു. SK. താങ്ക് യു ദീപക് ധർമ്മടം.